ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതൊന്ന് നനയ്ക്കാനായിട്ട് മാത്രം. ഇനി അത് കൈവച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുക, ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇത് മതി കേട്ടോ. ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചെറിയൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊട്ടറ്റോയും ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കുരുമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേണം കുക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ബോൺലെസ് പീസാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ എല്ലുള്ള പീസാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം എല്ലെല്ലാം കളഞ്ഞിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ സോക്ക് ചെയ്യിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ മാവെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുക്കുക, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്, ഞാനിപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഓരോന്നും എടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. സാധാരണ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. ഇപ്പം നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരെ എഗ്ഗിലോട്ടിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് കുക്കായി കിട്ടാനായിട്ട്. ഒരുപാട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാനുമായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ആകുമ്പോഴേക്കും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി കോരുന്നുണ്ട്. ഇതിനി നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അത്യാവശ്യം എരിവൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.